ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ആണ്. ഈ ഒരു റെസിപ്പി നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ്. അപ്പം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുക്കാം. ഇനി വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ നമുക്ക് ഈ ഒരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി പാൽ നമ്മൾ ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാൻ. പാലൊന്ന് തിളച്ച് കുറച്ചൊന്ന് പറ്റി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്നൊരു കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 കപ്പ് പാലൊഴിച്ച് ഇത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇപ്പം നമ്മളിത് ഇവിടെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. പാലിപ്പോൾ ഇവിടെ തിളച്ച് കുറച്ചൊന്ന് പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കസ്റ്റാർഡ് മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ തിളച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 6 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പം ബ്രെഡിൻ്റെ 4 സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഫ്രഷ് ക്രീമാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ്. നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഇത്രയും ടേസ്റ്റ് ഇടുന്നത് ഈ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് കൂടി ഈ ഒരു ഫ്രഷ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് നമ്മുടെ ഈ നെസ്ലയുടെ മിൽക്ക് മെയ്ഡിന്. ഇപ്പോൾ നമ്മളൊരു 1/4 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബ്രെഡിങ്ങിനൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു റെസിപ്പി ഇവിടെ 3 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ബ്രെഡ് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ കസ്റ്റാർഡ് മിക്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 തവി കസ്റ്റാർഡ് മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെക്കുന്ന നെസ്ലെ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു മിക്സ് കൂടി നമുക്കിതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മളൊരു 3 ലെയറായിട്ടാണ് ഇതിവിടെ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ 3 ലെയറും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് നമ്മളിവിടെ തയ്യാറാക്കി വെക്കുന്ന നെസ്ലെ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു മിക്സ് കുറച്ചും കൂടി നമുക്കിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് നട്ട്സ് ഒക്കെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിസ്ത ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പിസ്ത ചോപ്പ് ചെയ്തും ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഫ്രീസറിലല്ല, അതിൻ്റെ താഴത്തെ തട്ടിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ. നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അമ്മയുണ്ടാക്കിയ മിൽക്ക് മെയ്ഡ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ട്.